ബിസിനസ് നിങ്ങൾക്ക് പറ്റിയ ഏർപ്പാടല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക തലത്തിൽ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കില്ല. കാരണം സത്യത്തിൽ നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും എല്ലാം ജോലി 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 ഈ ഒരു ബേസിലാണ്. നമ്മൾ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ പലപ്പോഴും ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ആഗ്രഹ സഫലീകരണം നടത്താൻ സാധിക്കുന്നുണ്ടെന്നുള്ള ഒരു സത്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു ഒരു ലക്ഷറിയസ് ലൈഫ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ ജോലിയിൽ നിന്ന് എല്ലാവർക്കും ഗവൺമെന്റ് ജോലി ഇല്ല. അപ്പോൾ എന്തെങ്കിലും അസുഖമോ മറ്റുള്ള കാരണങ്ങളെ കൊണ്ടോ ആ ജോലി നിർത്തിയാൽ നിങ്ങളുടെ ജീവിതം സേഫ് ആണോ? എന്തിന് നിങ്ങൾ ബിസിനസ് ചെയ്യണം? ബിസിനസ് ചെയ്തില്ലെങ്കിൽ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? ഞാൻ ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റാണ്, കൂടാതെ തന്നെ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ബിസിനസ് ഡെവലപ്പറും കൂടിയാണ്. അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഒരു ഘടകം ബിസിനസ്സാണ്. നാടിൻ്റെ നട്ടില്, നിങ്ങളുടെ നട്ടില്. പക്ഷെ അത് ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ അവബോധമില്ലാതെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വേണമെന്ന് നമ്മളെ മഹാനായ മഹാത്മാഗാന്ധിജി പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇന്നും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ അത് നടത്തുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം മറന്നുകൊണ്ടോ അതിനെ തിരസ്കരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഒരു തൊഴിലെടുത്തിട്ടില്ലെങ്കിൽ, ഇന്നിപ്പോൾ ഗവൺമെന്റ് ജോലിക്കാരെന്ന് പറയുന്നത് കേരളത്തിൽ നിസ്സാര 2% ആൾക്കാർ ഉണ്ടാവില്ല, അത്രയും കുറവാണ്. ബാക്കി എല്ലാവരും സ്വയം തൊഴിൽ സംരംഭകനും കച്ചവടക്കാരനും ഒക്കെയാണ്. അപ്പോൾ 98% ആളുകളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ തൊഴിലിടങ്ങളിൽ തൊഴിലെടുത്തുകൊണ്ട് മറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി വന്നു ചേർന്നാൽ, ഒരു ചെറിയ സ്ഥിതി വന്നാൽ, നിങ്ങൾ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇന്നുണ്ട്. ഹോട്ടൽ മേഖലയിൽ പ്രത്യേകിച്ച് ഈ മേഖലയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട വിദ്യാഭ്യാസവും സത്യം, നീതി, ന്യായം, ധർമ്മം നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ, അതൊരു എത്തിസ്റ്റിന് പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ച് ഒന്നുമില്ല, സത്യം അങ്ങനെ സംഭവം തന്നെ ഇല്ല എന്ന് പറയും. സത്യവും ന്യായവും നീതിയും ധർമ്മബോധമൊക്കെ ഉള്ള ഒരാൾക്ക് നിരവധി അവസരങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാലം ചിലവഴിക്കുക. പ്രത്യേകിച്ച് ഫുഡ് ഇൻഡസ്ട്രിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിച്ച ഒരുപാട് അവസരങ്ങൾ, അൺബിലീവബിൾ ഓപ്പർച്യൂണിറ്റീസാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ശമ്പളം, ചുരുങ്ങിയത് ശമ്പളമോ അല്ലെങ്കിൽ ലാഭമോ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. പിന്നെ നിങ്ങൾ സാധാരണ ഒരു തൊഴിലാളി ആയിരുന്നു അങ്ങനെ മാത്രം ജീവിച്ചു പോയാൽ, തൊഴിൽ ചെയ്യാൻ ആൾ വേണം നമ്മുടെ നാട്ടിൽ. എല്ലാവർക്കും ബിസിനസ് ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നും ഇല്ല. അതിനുള്ള ഒരു ശക്തി നിങ്ങൾ ആർജിച്ചെടുക്കുകയാണെങ്കിൽ, അഥവാ നിങ്ങളുടെ കഴിവ്, സ്കില്ല് ഒക്കെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗ്രാഫ് തന്നെ മാറ്റിമറിക്കാൻ പറ്റും. അപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ ഇന്നത്തെ കുക്കിംഗ് മെത്തേഡും അതിൻ്റെ പല കാര്യങ്ങളും ഒരു ജോലി എന്നുള്ള നിലയ്ക്ക് ആദ്യം സമീപിച്ച് പിന്നീട് നിങ്ങൾക്ക് ഒരു എൻ്റർപ്രണർ ആവാം. ഒരു എൻ്റർപ്രണർ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്കില്ല് ഉണ്ടായിരിക്കണം. സ്കില്ലാണ് നിങ്ങളെ വളർത്തുന്നത്, നിങ്ങളുടെ അറിവാണ് വളർത്തുന്നത്. അറിവാണ് സർവ്വസമ്പത്തിനേക്കാൾ പ്രാധാന്യം. അത് വെറും വാക്കല്ല. അതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായി പഠിച്ച് ഈ ഫീൽഡിലേക്ക് വന്നാൽ 100%, കാരണം നമുക്ക് ഭക്ഷണം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് രുചിയുള്ള ഭക്ഷണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു വിജയം എടുക്കാൻ പറ്റും, വിജയം നേടാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക. ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കാലം കഴിഞ്ഞാലും നിങ്ങളുടെ കുടുംബത്തിന് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനും, കാരണം ഇന്ന് നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബം മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്ന അവസ്ഥയാണെങ്കിൽ പണിയെടുത്തോ, സ്കില്ല് വർദ്ധിപ്പിക്കുക. സമയം കളയരുത്. ടൈം ഈസ് എ പ്രീഷ്യസ്. ആ സമയം നമ്മൾ ബുദ്ധിപൂർവം ഉപയോഗിച്ച് പ്രാക്ടീസിലൂടെ കൊണ്ടുവന്ന് അത് പ്രാക്ടിക്കലാക്കി അത് നിങ്ങളുടെ സംരംഭത്തിലേക്ക് കൃത്യമായി വിനിയോഗിച്ചാൽ നല്ലൊരു ബിസിനസ്സുകാരനാവാൻ നിങ്ങൾക്ക് കഴിയും. ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ ഈ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ജോലിക്കാരനായാൽ
ഫിക്സഡ് സാലറിയാണ്. അതിൻ്റെ മുകളിൽ 2 ലോൺ കൂടി എടുത്താൽ ആ വ്യക്തിയുടെ ജീവിതം അതിൽ അവസാനിക്കുകയാണ്. ബിസിനസ്സുകാരനാവുകയാണെങ്കിൽ അതിൻ്റെ റിസ്ക് ഉണ്ട്. പക്ഷേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടും നല്ലൊരു മെൻറ്ററെയും കോച്ചിനെയും വെച്ചുകൊണ്ടാണെങ്കിൽ ആ ബിസിനസ് പൊട്ടാനുള്ള സാധ്യത ഒരു 1% ഒക്കെ ഉള്ളൂ. 99% നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ബിസിനസ്സുകളെ കുറിച്ച് ആലോചിക്കുക. ഹോട്ടൽ മേഖലയിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നോടൊക്കെ ബന്ധപ്പെടാൻ പറ്റും. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആകത്തുക മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നല്ല അറിവുകൾ നിങ്ങൾക്ക് എപ്പോഴും സേവിങ് ആയിരിക്കും. അപ്പോൾ ഈ എപ്പിസോഡ് കണ്ടു മനസ്സിലാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൺഗ്രാറ്റ്സ്. വരട്ടെ, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. ഓക്കെ, ബൈ ബൈ.